ഇപ്പോൾ ഫൈബർ ട്രസ്റ്റബിൾ ആണെന്നൊക്കെ ആൾക്കാർക്ക് സംശയമുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് എന്താ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. പ്രധാനപ്പെട്ട് നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് വേണം, അതിന് വേണ്ടി ഇമേജസ്, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, വീഡിയോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യും ഓൺലൈനായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് എല്ലാവർക്കും ഒരു തുടക്കത്തിൽ ഒരാളെ സംബന്ധിച്ച് ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ എപ്പോഴും ആൾക്കാർ വരുന്നൊരു പ്രശ്നമാണ് ഇതിനു വേണ്ടി കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈവർ. ഇപ്പോൾ ഒരുപാട് പേര് ഫ്രീലാൻസിങ് ആയിട്ട് വർക്കേഴ്സിനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏത് നമുക്ക് എന്തെങ്കിലും വർക്കാണെങ്കിൽ അത് പർട്ടിക്കുലർ വർക്ക് ഏതും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈവർ. ഇപ്പോൾ ഒരുപാട് ഫൈവറിൻ്റെ ഈ ഫ്രീലാൻസർ പോലത്തെ ഒരുപാട് വെബ്സൈറ്റുകൾ വേറെ ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും നന്നായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഫൈവർ തന്നെയാണ്. ഇപ്പോൾ ഫൈവർ ട്രസ്റ്റബിൾ ആണെന്നൊക്കെ ആൾക്കാർക്ക് സംശയമുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ എനിക്കൊരു വീഡിയോ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ആമസോണിൻ്റെ ഒരു ഒരു ബ്രാൻഡ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കേരളത്തിലെ ആൾക്കാരെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ധാരണയും കാര്യങ്ങളൊക്കെ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈവറിലാണെങ്കിൽ അതിന് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു ബ്രാൻഡ് സ്റ്റോർ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് പല റേറ്റും കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഒരു വ്യക്തി മുമ്പ് ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് ഏകദേശം റേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഡിസൈനർക്കല്ല പേയ്മെൻറ്റ് ഡയറക്റ്റ് പോവുക. ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊരു വർക്ക് ഒരു ഫ്രീലാൻസർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പേയ്മെൻറ്റ് ഡയറക്റ്റ് ഒരിക്കലും ഫ്രീലാൻസിനൊക്കെ പോകില്ല, ഈ ഫൈവറിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. എന്നിട്ട് നമ്മൾ വർക്ക് അവർ നമുക്ക് തന്ന് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെന്ത് ചെയ്യുക ഫൈവറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു ഡിസൈനർക്ക് ഈ പറഞ്ഞ എമൗണ്ട് പോകുള്ളൂ. ഫൈവറിൻ്റെ കമ്മീഷനും കൂടി അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരും. എന്നിരുന്നാലും നമുക്ക് 100% ഇപ്പോൾ നമുക്ക് ഒരു വർക്ക് നമുക്കത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് വീണ്ടും അത് ഒന്നും കൂടി ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഫൈവറിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈവർ. വേറെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരാളെ ഹയർ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ അറിയാമല്ലോ, നമുക്ക് പുതിയതായിട്ട് ആളെ ഏൽപ്പിക്കുമ്പോൾ അതിനയാൾക്ക് പരിചയമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫൈവറിലാകുമ്പോൾ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പ്രീവിയസ് വർക്ക് അവരത് നോക്കുക, നമ്മൾ വർക്ക് ഏൽപ്പിക്കുക. വളരെ നീറ്റായിട്ടാണ് എനിക്ക് ഇതേവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കിട്ടാത്ത ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്കൊരു ഔട്ട് കിട്ടിയില്ലെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഫൈവർ ഉപയോഗിക്കാവുന്നതാണ്.